ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്, പുതിയൊരു തുടക്കം. അപ്പോൾ ഈ മന്തിൻ്റെ ജേർണലിംഗ് നമുക്ക് ചെയ്യണ്ടേ? ആദ്യമായിട്ട് ജേർണലിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ലൊരു തുടക്കമാണിത്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് കഴിയും, പ്രത്യേകിച്ച് ബുള്ളറ്റ് ജേർണലാകുമ്പോൾ. അപ്പോൾ എൻ്റെ ജനുവരി മന്തിൻ്റെ ജേർണലാണ് ഞാനിവിടെ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആവുന്നില്ല, എല്ലാ പ്ലാൻസും ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ ഉള്ള ബിഗിനിങ്ങിലുള്ള പ്ലാൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് വഴിയേ ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ഫ്രണ്ട് പേജ് വരച്ചു കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് പിൻട്രസ്റ്റിൽ ഒരു പിക്ചർ കണ്ടപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് പേജ്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മന്തിൻ്റെ കലണ്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ തവണ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടും ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. കാരണം മൂഡ് ട്രാക്കറിലും അതുപോലെ തന്നെ സ്റ്റഡി ട്രാക്കറിലും ഒക്കെ ഓരോന്ന് ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് അവിടെ തന്നെ അത് മാർക്ക് ചെയ്ത് പോവുകയാണ്. സോ ഞാൻ കലണ്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ പുതിയ വർഷം പുതിയ തുടക്കമല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ് അടുത്ത്. കൂടുതലായിട്ടൊന്നുമില്ല, വെള്ളം കുടിക്കലൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഡയറ്റ് എടുക്കുക, കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക, 5 hours ഡെയിലി പഠിക്കാൻ കണ്ടെത്തുക. ഇത്രയും കിട്ടാറില്ല, പക്ഷെ കണ്ടെത്തണം എന്ന് കരുതുന്നു. പിന്നെ സ്ക്രീൻ ടൈം നല്ലതുപോലെ കുറയ്ക്കുക. ഇതൊക്കെയാണ് നിലവിലെ പ്ലാൻസ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അടുത്തതായിട്ട് ഞാനൊരു മൂഡ് ട്രാക്കറാണ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്കത് വരച്ച് കൊടുക്കാം. അത് നമ്മൾ ആ മന്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മൂഡ് ട്രാക്കർ. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആ മന്തിൽ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് തന്നെ നമുക്ക് മാർക്ക് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാനൊരു സ്റ്റഡി ട്രാക്കറാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കഴിഞ്ഞ മന്തിൽ ഞാൻ ഈ മെത്തേഡിലാണ് ചെയ്തിരുന്നത്. അത് നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനായിട്ട് ഉറപ്പായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യണം എന്നൊരു ഫീലെങ്കിലും നമുക്കുണ്ടാവും. ചിലപ്പോൾ ചില ലേസി ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു സൈഡിൽ മന്തും മറ്റേ സൈഡിൽ താഴെ വന്നിട്ട് ഹൊറിസോണ്ടലായിട്ട് അവേഴ്സാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഡേ എത്ര അവർ പഠിച്ചു എന്നുള്ളത് ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് സ്റ്റഡി ട്രാക്കർ. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് പുതുതായിട്ട് ഈ മന്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഈ മന്തിൽ ഞാൻ എന്തൊക്കെ മൂവീസ്, അത് പുതിയതായാലും പഴയതായാലും എന്തൊക്കെ കണ്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇൻട്രസ്റ്റുകൾ അറിയാമല്ലോ നമ്മുടെ. ഓക്കെ, അപ്പം കാണുമെന്ന് അറിയില്ല, സ്റ്റഡീസൊക്കെ ആയതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് എപ്പോഴും കരുതാറുണ്ട്. ബട്ട് ഒന്ന് റിലാക്സിങ് ആണത്, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും കരുതുന്നു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ, വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിച്ച ബുക്സൊക്കെ മാർക്ക് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ജനുവരി മന്തിൻ്റെ ബുള്ളറ്റ് ജേർണൽ. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യുക.